ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ സെഷനാണ്. ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്താണെന്നും സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. പിന്നെ ഉള്ള 3ാമത്തെ 4ാമത്തെ സെഷനിൽ നമ്മൾ ലീനിയർ മോഷൻ്റെ അനലോഗസ് ആയി റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ടോർക്ക്, അതിനുശേഷം ആംഗുലാർ മൊമെൻറ്റം, ഈ രണ്ടിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ സെഷൻ കാണുന്ന മുന്നേ ആ പ്രീവിയസ് 4 സെഷൻസും ഒന്ന് കണ്ടിട്ട് വരിക. കാരണം അവിടെ ഉള്ള കൺസെപ്റ്റ്സ് എല്ലാം ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ സെഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാണണം എന്നുള്ളവർ ഇവിടെ കാർഡ്സിൽ പോയാൽ അവയുടെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ എല്ലാ സെഷൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡി എന്തായിരിക്കും, സന്തുലിതാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും കപ്പിളിനെ കുറിച്ചും പിന്നെ ഫൾക്രമിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോടെയും വളരെ താല്പര്യത്തോടെയും ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് ബേസിക്സ് തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും, എൻട്രൻസ് ആണെങ്കിലും തിയറി ആണെങ്കിലും, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻസിൽ പോയി എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സമയം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്? റിജിഡ് ബോഡീനെ കുറിച്ചാണ് പഠിക്കുന്നത്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ സെഷൻ നമ്പർ 1 തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന ഒരു വലിയ വസ്തു, അതിനെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയും. ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ അകത്തുള്ള വസ്തുക്കൾ തമ്മിലുള്ള ദൂരം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിജിഡ് ബോഡി എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ റിജിഡ് ബോഡിയുടെ ഇക്വിലിബ്രിയത്തിനാണ് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ. ഓക്കെ, എങ്ങനത്തെ ഇക്വിലിബ്രിയമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയമാണ്. അതായത് ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന സന്തുലിതാവസ്ഥ ഒരു വസ്തുവിനെ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എ റിജിഡ് ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഇഫ് ബോത്ത് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ആർ നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു വസ്തു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചലന സന്തുലിതാവസ്ഥയിൽ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റവും കോൺസ്റ്റൻ്റ് ആയിരിക്കണം സമയത്തിനനുസരിച്ച്. സമയം മാറും തോറും ലീനിയർ മൊമെൻറ്റവും മാറാൻ പാടില്ല, അതേപോലെ ആംഗുലാർ മൊമെൻറ്റവും മാറാൻ പാടില്ല. എന്താണ് ലീനിയർ മൊമെൻറ്റവും ആംഗുലാർ മൊമെൻറ്റവും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു വസ്തുവിന് ചലിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ചലിക്കാനുള്ള താല്പര്യം, അതിനെയാണ് നമ്മൾ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ഓഫ് എ ബോഡി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ നേരത്തെ അതിന് എക്സാമ്പിളും പറയാറുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ, ഒരാളെൻ്റെ ദേഹത്ത് ചൂടുകട്ട എടുത്ത് എറിയുവാണെന്നുണ്ടെങ്കിൽ പതുക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഞ്ചുറി സംഭവിക്കും. അപ്പോൾ അതിന് ചലിക്കാൻ താല്പര്യം അത്രയും കൂടുവാണ് എപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ മാസ് കൂടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം കൂടിക്കഴിഞ്ഞാൽ അവിടെ അതിന് ചലിക്കാനുള്ള താല്പര്യം കൂടുവാണ്. ഇതേ സാധനം നമ്മൾ റൊട്ടേഷണൽ മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറയും. അതായത് ഒരു സാധനത്തിന് കറങ്ങാനുള്ള താല്പര്യം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള താല്പര്യം, അതിനെയാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു സന്തുലിത അവസ്ഥയിലാണ്, മെക്കാനിക്കലി സന്തുലിത അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ എന്താ പറഞ്ഞത്? വിത്ത് റെസ്പെക്ട് ടു ടൈം അത് മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷനായി എഴുതുമ്പോൾ അതിനെങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിക്കുക, ആദ്യം ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? dl/dt എന്ന് എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് എനിക്ക് എഴുതാം. സമയത്തിനനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിലുള്ള ചേഞ്ച് ഇത് 0 ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. dl/dt എന്ന് പറയുന്ന ടോർക്കാണ്. ആ ബോഡിയിൽ മൾട്ടിപ്പിൾ ഓബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ തന്നെയാണ് ഒരു റിജിഡ് ബോഡിയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ പല വസ്തുക്കളുണ്ട്. എല്ലാ വസ്തുക്കളുടെയും ടോർക്ക് കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും ഈ കിട്ടുന്ന dl/dt എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിനെ പറയാം സിഗ്മ ടോ എന്നെനിക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, പുറത്തു നിന്നും ഉള്ള ടോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ എനിക്ക് ഇത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസാണ് പറഞ്ഞത്. നമ്മൾ dl/dt ആണ് പറഞ്ഞത്. ഇതേ ലീനിയർ മൊമെൻറ്റത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമ്മൾ പറയുന്നു. ഇതും 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സിഗ്മ
എഫ് എക്സ്റ്റേണലും 0 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് ഒരു ഫോഴ്സോ ഒരു ടോർക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു സന്തുലിതാവസ്ഥയിലായി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമ്പിളായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ വസ്തു സന്തുലിതാവസ്ഥയിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഇരിക്കുവാണ്. ഓക്കെ, വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് ഞാൻ പിടിച്ച് തള്ളാൻ പാടില്ല, അതായത് ഫോഴ്സ് കൊടുക്കാൻ പാടില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇനി ഞാൻ പിടിച്ച് കറക്കാനും പാടില്ല, അതായത് ടോർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ പിടിച്ച് പുഷ് ചെയ്യാതെയോ പുള്ളി ചെയ്യാതെയോ തള്ളാതെയോ കറക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ ആ വസ്തു സന്തുലിതാവസ്ഥയിലായിരിക്കും. അതാണ് ഇതിൻ്റെ പച്ച മലയാളം. ഓക്കെ, നമുക്ക് കമ്പോണൻറ്റ് ഫോമിൽ എഴുതാം. ഇഫ് യു റൈറ്റ് ദ കമ്പോണൻറ്റ് ഫോം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമുക്ക് ഇത് ടോർക്ക് സിഗ്മ ടോർക്ക് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ടോർക്ക് എക്സ്റ്റേണൽ ഫോർ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടോ എക്സ് എന്ന് ഞാൻ പറയുകയാണ്. ഇതും 0 ആയിരിക്കണം. സിഗ്മ ടോ വൈയും 0 ആയിരിക്കണം. സിഗ്മ ടോ ഇസഡും 0 ആയിരിക്കണം. ഓക്കെ, ഇത് ടോർക്കിൻ്റെ കേസിൽ. ഇനി ഫോഴ്സ് പറയുകയാണെങ്കിൽ സിഗ്മ എഫ് എക്സും 0 ആയിരിക്കണം. സിഗ്മ എഫ് വൈയും 0 ആയിരിക്കണം. സിഗ്മ എഫ് ഇസഡും 0 ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ വസ്തു സന്തുലിത അവസ്ഥയിൽ ആവത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം, പാർഷ്യൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഇത് ഫുൾ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ വസ്തു വെറുതെ ഇരിക്കുവാണ്, അതിനൊന്നും സംഭവിക്കുന്നില്ല, വെറുതെ സന്തുലിത അവസ്ഥയിൽ ഇരിക്കുവാണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ടോർക്കും പുറത്തുനിന്ന് 0 ആണ്, ഫോഴ്സും 0 ആണ്. പക്ഷേ അതല്ല, മറ്റൊരു കേസ് നമുക്ക് പറയാം. ദർ ക്യാൻ ബി ഇൻസ്റ്റൻസ് വേർ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് 0. ഫോഴ്സ് 0 ആണ് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്നത്. ബട്ട് നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് നോട്ട് ആൻഡ് വൈസി വേഴ്സ. അതായത് ഈ വസ്തു ഇങ്ങനെ ഇരിക്കുവാണ്, ഇതിൽ പുറത്തുനിന്നുള്ള ഫോഴ്സ് 0 ആണ്, പക്ഷേ ഞാൻ ഇതിൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഇത് കറങ്ങുക മാത്രം ചെയ്യും. ഓക്കെ, അതല്ല നേരെ തിരിച്ചാണെങ്കിൽ ഇതിന് ടോർക്ക് 0 ആണ്, ഞാൻ ഫോഴ്സ് മാത്രം അപ്ലൈ ആണെങ്കിൽ ഇത് നീങ്ങി മാത്രം പോകും, ഇതിന് ട്രാൻസ്വേഴ്സ് മോഷൻ മാത്രം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്നെങ്കിൽ ഫോഴ്സ് മാത്രമുണ്ട് ടോർക്ക് ഇല്ല, അങ്ങനത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഫോഴ്സ് ഇല്ല ടോർക്ക് മാത്രമുണ്ട്. ഈ അവസ്ഥയാണ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ആ പാർഷ്യൽ ഇക്വിലിബ്രിയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒരു കപ്പിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എന്താണ് കപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി അലോങ് 2 ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ മേക്സ് എ കപ്പിൾ. ഓക്കെ, ഒരു വസ്തുവിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവണം. ഓക്കെ, ഇവിടെയാണെന്ന് വിചാരിച്ചുള്ള ഞാനൊരു വസ്തു പറയുവാണ്. ഇത് ഈ പേനയാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു തടി കഷ്ണമാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ആ തടി കഷ്ണത്തിന് ഞാൻ ഇവിടെ പിടിച്ച് വെച്ചേക്കുവാണ്. ഈ O എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തടി കഷ്ണം പേനയെ പിടിച്ച് വെച്ചേക്കുക. ഇതൊരു തടി കഷ്ണമാണ്, തടി കഷ്ണത്തിന് പിടിച്ച് വെച്ചേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യത്തെ കേസ് ഞാൻ പറയുവാണ്, ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് ഇട്ടു, ഇവിടെയും ഒരു ഫോഴ്സ് ഇട്ടു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ എയിൽ മാത്രമാണ് ഫോഴ്സ് ഉണ്ടായിരുന്നതെന്ന് വിചാരിച്ചോളാം. അപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. ഞാനിതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും? ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും, ഇതിനെ ഇങ്ങനെ കറക്കാൻ ശ്രമിക്കും. ഓക്കെ, അതായത് OAനെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് കറക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ബിയിലുള്ള ഫോഴ്സ് നോക്കുക. ഇതാ ഇങ്ങനെ ഇരിക്കുവാണ് OB. ആ OBനെ ഈ ഫോഴ്സ് ഇങ്ങോട്ട് പിടിച്ച് കറക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിവിടെ പിടിച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇതൊരു റിജിഡ് ബോഡിയാണ്. അപ്പോൾ ഈ രണ്ടും ഇങ്ങനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇവിടെ എന്ത് ടോർക്ക് ഉണ്ടാവുന്നോ ആ ടോർക്കിനെ ഇത് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ എന്ത് മൊമെൻറ്റ് ഉണ്ടാവുന്നോ ആ മൊമെൻറ്റിനെ ഇവിടെ ഉള്ള മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യും. കാരണം ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു, പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വസ്തുവിന് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇതിനെ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ബിയിലുള്ള ഫോഴ്സിനെ ഞാൻ നേരെ തിരിച്ചു വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. Oയിൽ നിന്നും OAനെ ഈ ഫോഴ്സ് ഇങ്ങോട്ട് തന്നെയാണ് കറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. ഇപ്പുറത്തെ ഫോഴ്സ് നോക്കുക, OBനെ ഇത് അങ്ങോട്ടാണ് കറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. ഇത് ഓൾറെഡി ആൻറ്റി ക്ലോക്ക് വൈസിലായിരുന്നു, ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ വസ്തു എന്ത് സംഭവിക്കും? AB എന്ന് പറഞ്ഞ വസ്തു ഇങ്ങനെ കടന്ന് കറങ്ങും. ഇതിനെയാണ് നമ്മൾ ഒരു കപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇവിടെയും F ആണ്, ഇവിടെയും F ആണ്. ഒന്ന് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഒന്ന് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ഫോഴ്സ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, ആക്ടിങ് ഓൺ എ ബോഡി, ഒരു വസ്തുവിൽ അങ്ങനെ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അലോങ് 2 ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. 2 ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഇതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ Fനെ
വലിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ 2 ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അതൊരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആക്ട് ചെയ്യുന്ന പെയർ ഓഫ് ഫോഴ്സസിനെ നമ്മൾ കപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇനി കപ്പിൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ഞാനിവിടെ പറഞ്ഞായിരുന്നു പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നെറ്റ് ഫോഴ്സ് ഉണ്ട് ബട്ട് നെറ്റ് ടോർക്ക് ഇല്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചാവും, നെറ്റ് ടോർക്ക് ഉണ്ട് നെറ്റ് ഫോഴ്സ് ഇല്ല. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൽ നെറ്റ് ടോർക്ക് ഉണ്ട്, ടോർക്ക് ഉള്ളപ്പോൾ ഇത് എന്ത് സംഭവിക്കും? ഇത് കറങ്ങും. ഓക്കെ, അപ്പോൾ കപ്പിൾ ഉണ്ടെങ്കിൽ അവിടെ ടോർക്ക് ഉണ്ട്, ടോർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങത്തില്ല, പകരം ഇവിടെ കിടന്ന് തന്നെ ഇങ്ങനെ കറങ്ങും. ഇതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കപ്പിളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ. ഓക്കെ, മൊമെൻറ്റ് ഓഫ് കപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ടേക്കിംഗ് മൊമെൻറ്റ്സ് ഓഫ് 2 ഫോഴ്സസ് ബൈ എനി പോയിന്റ് ആൻഡ് ആഡിങ് ദം. ഒരു കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോഴ്സസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ 2 ഫോഴ്സസിനെയും മൊമെന്റ്സ് എടുക്കണം. മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ടോർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 ഫോഴ്സസിൻ്റെയും മൊമെന്റ് എടുക്കണം അബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ്, എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റായി വെച്ച് ഇതിന് രണ്ടിനെയും ടോർക്ക് എടുത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ടോർക്ക് എടുത്തിട്ട് ആഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, എനിക്ക് ആദ്യം ഈ ഫോഴ്സിന്റെ രണ്ട് ഫോഴ്സിന്റെ ടോർക്ക് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എയിലുള്ള ഫോഴ്സിന്റെ മൊമെന്റ് കണ്ടുപിടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുവാണ് ഫോർ ഫോഴ്സ് അറ്റ് എ. ഫോഴ്സ് അറ്റ് എയിനെ ഞാൻ ആദ്യം എടുക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ടോർക്ക് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് അബൌട്ട് ഒ. ഓയുമായി ഞാൻ ടോർക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റായി ഈ എയിലുള്ള ഫോഴ്സിന്റെ ടോർക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് എ ഒ തന്നെയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻറ്റു എ ഒ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ ടോർക്ക്. ഇനി അടുത്ത് ഫോഴ്സ് അറ്റ് ബി ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, അവിടെ മൊമെന്റ് അബൌട്ട് ഒ തന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ എഴുതാം? ഈ ഫോഴ്സ് ഉണ്ട് എഫ് ഇൻറ്റു ഒ ബി ആയിരിക്കും എനിക്ക് എഴുതേണ്ടത്. ഓക്കെ, രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് ഇങ്ങോട്ടാണ് കറക്കുന്നത്, അതോ അങ്ങോട്ടാണ് കറക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ എനിക്ക് ഒന്നെങ്കിൽ പോസിറ്റീവായി തന്നെ എടുക്കാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവായി എടുക്കാം. ഞാൻ ഈ കേസിൽ രണ്ടും പോസിറ്റീവ് എടുക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ എങ്ങനെ എഴുതാം? ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എ ഒ പ്ലസ് എഫ് ഇൻറ്റു ഒ ബി. എഫ് ഇൻറ്റു എ ഒ പ്ലസ് എഫ് ഇൻറ്റു ഒ ബി എന്ന് പറഞ്ഞാൽ എഫ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എ ഒ പ്ലസ് ഒ ബി. എ ഒ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ്, ഒ ബി എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ്. അപ്പോൾ എ ഒ പ്ലസ് ഒ ബി എന്ന് പറയുന്നത് എ ബി ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എഫ് ഇൻറ്റു എ ബി എന്നെനിക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രൂവ് ആയത്? ശ്രദ്ധിക്കുക, ഒരു കപ്പിളിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്ന 2 ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിപ്പോൾ ഏത് പോയിന്റിൽ വെച്ച് എടുത്താലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഓയിനെ ഇങ്ങോട്ട് മാറ്റി, ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് എഫ് ഇൻറ്റു എ ബി തന്നെ ആയിരിക്കും. ഇവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാലും എനിക്ക് എഫ് ഇൻറ്റു എ ബി തന്നെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്ന മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ 5 കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ സ്ഥിരം പറയാറുണ്ട്. ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു. എക്സ്പ്രഷനാണ് ഇപ്പോൾ എഴുതിയത്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ, യൂണിറ്റ് ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടോർക്കിന് എന്താണോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് തന്നെയാണ്, അത് തന്നെയാണ് ടോർക്കും. ടോർക്കിന് എന്താണോ യൂണിറ്റ് വരുന്നത് അത് തന്നെയായിരിക്കും യൂണിറ്റ്. ടോർക്കിന് എന്താണോ ഡയമെൻഷൻ വരുന്നത് അത് തന്നെയായിരിക്കും ഡയമെൻഷൻ. അതേപോലെ ഇത് ടോർക്ക് വെക്ടർ ആയിരുന്നു, ഇതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇത് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് മൊമെന്റ് ഓഫ് എ കപ്പിൾ ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ മൊമെന്റ് ഈസ് ടേക്കൺ. ഒരു പർട്ടിക്കുലർ വസ്തു ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതാണ് ആ വസ്തു. ആ വസ്തുവിൽ 2 ഫോഴ്സ് അപ്ലൈ ആവുന്നു എന്ന് വിചാരിക്കുക. അത് ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇതിൻ്റെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയി ഇവിടെ ഒരു ഫോഴ്സ്. ഓക്കെ, ഇതിന് ഞാൻ എഫ് എന്ന് പറയുവാണ്, ഇതും എഫ് ആണ്. ഓക്കെ, എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ മൊമെന്റ് എടുക്കണം. ഞാൻ പറയുവാണ്, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മൊമെന്റ് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഈ F1 ആക്ട് ചെയ്യുന്ന, ലെറ്റ്സ് സേ ഇത് എ ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, ഇത് ഒറിജിൻ ഒ ആണ്. അപ്പോൾ F1ൽ നിന്നും എയിലോട്ട് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്.
ഇതാണ് ആ പൊസിഷൻ വെക്ടർ OA എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ. ഓയിൽ നിന്നും മറ്റേ എഫ്, ഇത് ബിയിലാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ മറ്റേ എഫിലോട്ട് പോകുന്ന മറ്റൊരു പൊസിഷൻ വെക്ടർ ഉണ്ട്. ഓക്കെ, ഇത് R1 ആണെന്ന് വിചാരിക്കുക, ഇത് R2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഇതിൻ്റെ മൊമെൻ്റ് കണ്ടുപിടിക്കണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എപ്പോഴും മൊമെൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സസിൻ്റെയും മൊമെൻ്റ് എടുത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ടേക്കിംഗ് മൊമെൻറ്റ്സ് ഓഫ് ടു ഫോഴ്സസ് ബൈ എനി പോയിന്റ്. ഏതെങ്കിലും പോയിന്റ് വെച്ചിട്ട് രണ്ട് ഫോഴ്സിനെ മൊമെൻ്റ് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ ഈ എഫ്, അപ്പോൾ ഒരു ഫോഴ്സ് താഴോട്ടാണ്, എയിലുള്ള ഫോഴ്സ് താഴോട്ടാണ്, അപ്പോൾ അതിന് ഞാൻ നെഗറ്റീവ് എഫ് എന്ന് എടുക്കുവാണ്. ഇങ്ങോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് ആണ്, അത് മുകളിലോട്ടാണ്, അപ്പോൾ അതിനെ പോസിറ്റീവായി എടുക്കുവാണ്. ഇനി എനിക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, O എന്ന പോയിന്റിൽ എഫ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കാം. മൊമെൻറ്റ് ഞാൻ പറയുവാണ്, ടോട്ടൽ മൊമെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എനിക്ക് നെഗറ്റീവ് എഫിൻ്റെ മൊമെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ വരും? R1 ക്രോസ് നെഗറ്റീവ് എഫ് എന്ന് വരും. R ക്രോസ് എഫ് ആണ് ടോർക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ R1 ക്രോസ് നെഗറ്റീവ് എഫ് എന്ന് വന്നു. ഓക്കെ, പ്ലസ് ഈ എഫിൻ്റെ പോസിറ്റീവ് എഫിൻ്റെ ടോർക്ക് എനിക്ക് കണ്ടുപിടിക്കണം. പോസിറ്റീവ് എഫിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് R2 ക്രോസ് എഫ് ആയിരിക്കും. ഓക്കെ, ഇനി എഫ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R2 മൈനസ് R1 ക്രോസ് എഫ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഇതിനെ എനിക്ക് എഫക്റ്റീവ്ലി എങ്ങനെ എഴുതാൻ പറ്റും? R2 മൈനസ് R1 പകരം R2 പ്ലസ് മൈനസ് ഓഫ് R1 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഈ മൈനസ് ഓഫ് R1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ മൈനസ് R1നെയും R2നെയും എനിക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് രണ്ട് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഓഫ് ഫാക്ടറൈസേഷൻ പ്രകാരം രണ്ട് സൈഡ് ഓഫ് ട്രയാങ്കിളിൽ രണ്ട് വെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് ആയിരിക്കും ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും AB എന്ന ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത്. അപ്പോൾ AB ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ്ലി ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് R2 പ്ലസ് നെഗറ്റീവ് R1 എന്ന് പറയുന്നത് AB വെക്റ്റർ ആയിരിക്കും, ക്രോസ് എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒറിജിൻ പോയിന്റ് ഞാൻ പുറത്തൊരു പോയിന്റ് എടുത്താൽ പോലും എനിക്ക് അവസാനം കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും മൊമെൻ്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് ഏത് പോയിന്റ് വെച്ച് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിക്കൊള്ളുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ നോട്ട്സ് എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോകാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, കൺസിഡർ എ ലിവർ ഓഫ് നെഗ്ലിജിബിൾ മാസ് ഓൺ ഫൾക്രം O. ഒരു ലിവർ ഉണ്ട്. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിക്കഷ്ണം പോലെയാണെന്ന് വിചാരിക്കുക, ഒരു റോഡ് പോലെ. ഓക്കെ, ആ റോഡിൽ ഒരു ഫൾക്രം ഉണ്ട്. ഫൾക്രം എന്ന് പറഞ്ഞാൽ വെച്ച് പിടിപ്പിച്ചേക്കുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസോ പോലെ അങ്ങനെ ഇങ്ങനെ ചെയ്യാം. അതിനാണ് നമ്മൾ ലിവർ ഫൾക്രം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലിവർ ഫൾക്രം അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. അതിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്, AB എന്ന് വിചാരിക്കുക. എയിൽ ബിയിലും ഓരോ ഫോഴ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും വരുവാണ്. താഴോട്ട് എയിലും ബിയിലും ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെ പിടിപ്പിച്ച് വെച്ചേക്കുന്ന ഫൾക്രം എന്ന് പറയുന്നത് O എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ലെഫ്റ്റ് സൈഡിൽ F1 ഉണ്ട്. F1 കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് പിടിച്ച് അതിനെ കറക്കാൻ ആന്റി ക്ലോക്ക് വൈസിൽ ശ്രമിക്കും. ഇപ്പുറത്തെ സൈഡിൽ B എന്ന് പറഞ്ഞ പോയിന്റിൽ ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ശ്രമിക്കും. അപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് അതും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാകുന്ന മൊമെന്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഇപ്പുറത്തെ സൈഡിൽ F1 കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് F1 ഇൻറ്റു D1 ആണ്. F2 കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് F2 ഇൻറ്റു D2 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരുന്നാൽ മാത്രമേ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. നമ്മളൊരു സാധനത്തിനെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ലോഡ്, ഇപ്പുറത്തെ ഒരു സാധനം, ഒരു പാറക്കെട്ടിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാറക്കെട്ടിനെ നീക്കാൻ ശ്രമിച്ചാൽ ഇതാണ് പാറക്കെട്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ഒരു കമ്പി എടുത്ത് ആ പാറക്കെട്ടിൻ്റെ അടിയിൽ വെക്കും. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഫൾക്രം പോലെ വെക്കും. എന്നിട്ട് ഞാൻ ഇതിനെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കും. അങ്ങനെ ആയിരിക്കും എനിക്ക് പാറക്കെട്ടിനെയൊക്കെ പൊക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നീക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേപോലുള്ള ഒരു അവസ്ഥയിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ F1നെ ഞാൻ എഫേർട്ട് എന്ന് പറയുന്നു, D1 എന്ന് പറയുന്നത് എഫേർട്ട് ആം എന്ന് പറയുന്നു, D2നെ ഞാൻ ലോഡ് ആം എന്ന് പറയുന്നു, F2 ആണ് ലോഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ലോഡ് ആം ഇൻറ്റു ലോഡ്, അതായത് F2 ഇൻറ്റു D2 അല്ലെങ്കിൽ F1 ഇൻറ്റു D. ഞാൻ ഏതാണോ എഫേർട്ടായിട്ട് എടുക്കുന്നത്, ലോഡായിട്ട് എടുക്കുന്നത്, ആ ഫോഴ്സ് ഇൻറ്റു അവിടെ ഉള്ള ആം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എഫേർട്ട് ആം ഇൻറ്റു എഫേർട്ട് എന്ന് എനിക്ക് എഴുതാം. F1 D1 ഇസ് ഈക്വൽ ടു F2 D2 എന്ന് എഴുതാം. ദിസ് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. ഇത് എന്തുകൊണ്ട് ഹെൽപ്ഫുൾ ആവുന്നു? ശ്രദ്ധിക്കുക,
നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പലപ്പോഴും ഈ വർക്ക്ഷോപ്പിലൊക്കെ നമുക്കറിയാം ആൾക്കാർ കാറിനെയൊക്കെ പൊക്കി നിർത്തും, അല്ലെ? കാറിനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് മതി, കാറ് പൊങ്ങിയിരിക്കും. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ബേസിക്കലി ലിവർ ഫൾക്രം അറേഞ്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോഴ്സിനെ ചെറിയ ഫോഴ്സ് കൊണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറക്കെട്ടിന് എനിക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ലോഡ് ആമിനെ ചെറുതാക്കും. ഓക്കെ, എന്നിട്ട് എൻ്റെ എഫേർട്ട് ആമിനെ വലുതാക്കും. എഫേർട്ട് ആം വലുതാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ ഈ D1 വളരെ ചെറുതും D2 വളരെ കൂടുതലാക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് മൂവ് ചെയ്യേണ്ട ഫോഴ്സ്. അപ്പോൾ ഈ D2 കൂടിയ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി, ഇത് ഇക്വേറ്റ് ആയി കിട്ടും. അപ്പോൾ എൻ്റെ എഫക്റ്റീവ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഈ ഇതുപോലെ സാധനങ്ങൾ പൊക്കാനോ ഒക്കെ ആയിരിക്കും ഈ അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ആർക്കിമിഡീസ് വളരെ ഫേമസ് ആയിട്ട് ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, ഗിവ് മീ ലാർജ് ഇനഫ് ലിവർ ആൻഡ് എ ഫൾക്രം ഐ ക്യാൻ മൂവ് ദ എർത്ത്. അതായത് അത്ര വലുതായിട്ട് ഒരു ഫൾക്രം ലിവർ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഭൂമിയെ പോലും മാറ്റാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നീക്കാൻ പറ്റുമെന്ന് ആർക്കിമിഡീസ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? എനിക്ക് ഈസി ആയിട്ട് ഈ D2 അങ്ങ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി, എനിക്ക് കുറച്ച് ഫോഴ്സ് മതി ഈ F1 എനിക്ക് മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ദ റേഷ്യോ ഓഫ് F2 to F1 ഇസ് കോൾഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ എനിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? F2 ഡിവൈഡഡ് ബൈ F1 എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് D1 ഡിവൈഡഡ് ബൈ D2 എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് എ ട്രക്ക് ഓൺ എ ലിവർ വിത്ത് മാസ് 5000 kg ഇഫ് ദ ലോഡ് ആം ഈസ് 0.5 മീറ്റർ ആൻഡ് ദ എഫേർട്ട് ആം ഈസ് 5 മീറ്റർ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യം F1 തന്നിട്ടുണ്ട്, അതാണ് ലോഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ F1 ഇവിടെ 5000 kg എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മാസ് അങ്ങനെയാണ് വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതുണ്ട്. രണ്ടാമത് D1 ഉണ്ട് 0.5 മീറ്റർ. ഓക്കെ, D2 ഉണ്ട്, എഫേർട്ട് ആം 5 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് F2 ആണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്തു നോക്കാം, നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യേണ്ടത് എങ്ങനെയാണ്? F1 നമുക്ക് കണ്ടുപിടിക്കാൻ 5000 kg ആണ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മാസ്സാണ് അത് തന്നിട്ടുള്ളത്. അപ്പോൾ mg ആണ് F1 എന്ന് പറഞ്ഞാൽ 5000 × 10 ആണ് F1. ഓക്കെ, അങ്ങനെ എനിക്ക് എന്തറിയാം? F1 D1 = F2 D2 എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5000 × 10 അതാണ് F1 × D1 × 0.5 = F2 എനിക്ക് കണ്ടുപിടിക്കണം. D2 ആണ് തന്നിട്ടുള്ളത്, F2 × 5 ആണ് D2. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1005. അപ്പോൾ F2 എന്ന് പറയുന്നത് 5000 ന്യൂട്ടണായി എനിക്ക് കിട്ടി. ശ്രദ്ധിക്കുക, F1 50000 ന്യൂട്ടൺ ആയിരുന്നു. ആ 50000 ന്യൂട്ടനെ എനിക്ക് പൊക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ എനിക്ക് 5000 ന്യൂട്ടൺ മതി. ഓക്കെ, ഇടയ്ക്ക് ഞാനൊരു പോർഷൻ പഠിപ്പിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തത്. നമുക്ക് ഈ ഒരു പോർഷൻ കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആൻഡ് കോൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈ ലിവർ ഫൾക്രം അറേഞ്ച്മെൻറ്റ് വരുമ്പോഴത്തേക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നു അവിടെ. അപ്പം ചെറിയ ഫോഴ്സ് വെച്ച് വലിയ ഫോഴ്സിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ്? ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഞാൻ ഇവിടെ ഒരു ലിവർ ഫൾക്രം അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചേക്കുന്നത്. ഇതൊരു ലിവറാണ്, ഇവിടെ ഒരു ഫൾക്രം ഉണ്ട്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ മാസം ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ഒരു പാറക്കല്ലാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ആ പാറക്കല്ലിന് എനിക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ലിവർ കൊണ്ടുപോയി വെക്കും, ഇവിടെ അതിനെ പിടിപ്പിക്കും, എന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. എഫേർട്ട് ആമിന് 4 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, ലോഡ് ആമിന് 1 യൂണിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എന്താ അറിയാവുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് F2 ഡിവൈഡഡ് ബൈ F1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തേ D1 ഡിവൈഡഡ് ബൈ D2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ D1 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, ഡിവൈഡഡ് ബൈ D2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും എന്തെഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ F2 = 4F1 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇനി നോക്കുക, ഞാൻ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് താക്കുമ്പോൾ ഇതിൽ മുകളിലോട്ടൊരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സാണ് F2. ഇത് F2 ആണ്, ഇവിടെ F1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ F1 1 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, 1 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് 4 ന്യൂട്ടൺ ഫോഴ്സ് കിട്ടും. അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പുറത്ത് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി, ഇവിടെ കുറേ ഫോഴ്സ് കിട്ടും. അപ്പോൾ കുഞ്ഞു ഫോഴ്സ് കൊണ്ട് നമുക്കൊരു പാറങ്കല്ലിനെ പോലും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ലിവർ ഫൾക്രം അറേഞ്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ തെറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഞാൻ കൊടുക്കുന്ന എനർജിനെക്കാളും കൂടുതൽ ഇപ്പുറത്ത് കിട്ടുന്നുണ്ടോ? എപ്പോഴും അതാണല്ലോ റൂൾ. എനർജി കൺസർവ്ഡ് ആയിരിക്കണം. ഇവിടെ ഞാൻ എന്ത് എനർജി കൊടുത്തോ അത് മാത്രമേ ഇവിടെ കിട്ടാൻ പാടുള്ളൂ. അതാണ് റൂൾ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. എനിക്ക് പുതിയതായിട്ട് എനർജി ഒന്നും ഇതിൽ നിന്നും ക്രിയേറ്റ് ആവാൻ പാടില്ല. അങ്ങനെ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പുറത്ത് പിടിച്ച് താക്കുമ്പോൾ
ഓക്കെ, ഇപ്പുറത്ത് 4 മീറ്റർ പിടിച്ച് താഴ്ത്താൽ മാത്രമേ ഇപ്പുറത്ത് 1 മീറ്റർ പൊങ്ങത്തുള്ളൂ. നിങ്ങൾക്ക് ഗ്രാഫിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ലിവർ വലുതായതുകൊണ്ട് ഞാൻ ഒരുപാട് ദൂരം പിടിച്ച് താഴ്ത്താൽ മാത്രമേ ഇവിടെ കുറച്ച് ദൂരം പൊങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വലിയ ഇപ്പം ഞാൻ ഇവിടെ പാറക്കല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ആ പാറക്കല്ലിന് 1 മീറ്റർ എനിക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് 4 മീറ്റർ താക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് നിന്ന് എന്താ അറിയാവുന്നത്, S1 എന്ന് പറയുന്നത് 4 ആണെന്നറിയാം, S2 എന്ന് പറയുന്നത് 1 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, F.S ആണെന്ന് അറിയാം. ഫോഴ്സ് ഇങ്ങോട്ട് താഴോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്, ഇത് പോകുന്നത് ലിവർ പോകുന്നത് താഴോട്ടാണ്. അതേപോലെ ഇപ്പുറത്ത് കിട്ടുന്ന ഫോഴ്സ് മുകളിലോട്ടാണ് കിട്ടുന്നത്, ഈ ലിവർ പോകുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെയും ആംഗിൾ സെയിം തന്നെയാണ്. ഇവിടുത്തെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ സെയിം ആണ്. അപ്പോൾ അവിടെ ഉള്ള എനർജി, ലെഫ്റ്റ് സൈഡിലുള്ള എനർജി ഞാൻ E1 എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ സപ്ലൈ ചെയ്ത എനർജി അതിന് ഞാൻ E1 എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന F.S തന്നെയാണ്. ആംഗിൾ 0 ആയതുകൊണ്ട്, എഫും എസും തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് എനിക്ക് F ഇൻറ്റു S എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് F1 ആണ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് F1 ഫോഴ്സ് ആണ്. അപ്പോൾ F1 ഇൻറ്റു S1 ആണ്. ഓക്കെ, S1 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ F1 ഇൻറ്റു 4 അല്ലെങ്കിൽ 4F1 ആണ് ഞാൻ ഇപ്പുറത്ത് അപ്ലൈ ചെയ്യുന്ന എനർജി. അപ്പുറത്ത് എത്ര കിട്ടുന്നു എന്ന് നോക്കാം. E2 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. E2 എന്ന് പറയുന്നത് ഇപ്പുറത്ത് കിട്ടുന്ന എനർജി ആണെന്ന് വിചാരിക്കാം. E2 എന്ന് പറയുന്നത് F2 ഇൻറ്റു S2 ആണ്. ഓക്കെ, F2 ഇൻറ്റു S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ എഴുതിയതേ ഉള്ളൂ 4F1 ആണ്. 4F1 ഇൻറ്റു S2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതും 4F1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി E1ഉം E2ഉം സെയിം ആണ്. അതായത് ഞാൻ ഇപ്പുറത്തെ എന്ത് എനർജി അപ്ലൈ ചെയ്യുന്നു അത്രയും എനർജി അപ്പുറത്തും കിട്ടുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് എനർജി ഒന്നും ക്രിയേറ്റ് ആവുന്നില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരിക്കലും ബ്രേക്ക് ആവുന്നില്ല. ഇവിടെ ഫോഴ്സ് നമുക്ക് കൂടിയാലും ഡിസ്റ്റൻസ് കുറയുന്നു. കാരണം ഇവിടെ ഞാൻ കുറേ ദൂരം പിടിച്ച് താഴ്ത്തിയാൽ മാത്രമേ അവിടെ കുറച്ച് ദൂരം പൊങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈവൻ ദോ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെച്ച് ഫോഴ്സിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പക്ഷേ എനർജീനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതും കൂടെ ഒന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം. നമുക്ക് പഴയ വീഡിയോയിലോട്ട് പോകാം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആദ്യം നമ്മൾ ഇക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥ എങ്ങനെയാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചായിരുന്നു. അതിൽ നിന്നും നമ്മൾ കപ്പിൾ എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു, മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം പഠിച്ചു. അതിനുശേഷം നമ്മൾ ഈ ലിവർ ഫൾക്രം അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് നോക്കി. എപ്പോഴും ഓർക്കുക, ലിവർ ഫൾക്രം ഉള്ളതുകൊണ്ട് ഫോഴ്സ് എനിക്ക് കൂട്ടാൻ പറ്റും കുറയ്ക്കാൻ പറ്റും എന്നല്ലാതെ എനർജിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. കാരണം ഡിസ്റ്റൻസ് അതിനനുസരിച്ച് കുറയും. ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് ഞാൻ ഫോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ എനർജി ഈക്വൽ ആയിട്ട് പോകും. ഓൾറൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.